നമസ്കാരം. ആവേശം നിറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊടുവിൽ എൻ.ഡി.എ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുകയാണ്. 293 സീറ്റുകളാണ് എൻ.ഡി.എക്ക് ലഭിച്ചത്. ഇന്ത്യ മുന്നണിക്കാവട്ടെ 232 സീറ്റുകളും. ലോക്സഭയിലാകെ 543 എം.പിമാരാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. പക്ഷെ ഇവരുടെ ശമ്പളം എത്ര രൂപയാണ് എന്നറിയാമോ? മാസം 1 ലക്ഷം രൂപയാണ് നമ്മുടെ എം.പിമാർ വാങ്ങുന്ന ശമ്പളം. 2018 എം.പിമാരുടെ ശമ്പളം 1 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചത്. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും പണപ്പെരുപ്പവും എല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ശമ്പള വർധന നടത്തിയത്. ഈ 1 ലക്ഷം രൂപ മാത്രമല്ല എം.പിമാർക്ക് ലഭിക്കുന്നത്, മറിച്ച് നിരവധി ആനുകൂല്യങ്ങൾ കൂടിയുണ്ട്. എം.പിമാർക്ക് മണ്ഡലം അലവൻസായി പ്രതിമാസം 70,000 രൂപ ലഭിക്കും. തങ്ങളുടെ ഓഫീസുകൾ പരിപാലിക്കുന്നതും മറ്റ് ആവശ്യങ്ങൾക്കുമൊക്കെയായി ഈ തുക അവർക്ക് വിനിയോഗിക്കാൻ സാധിക്കും. മാത്രമല്ല, ഓഫീസ് ചിലവുകൾക്കായി പ്രതിമാസം 60,000 രൂപ ലഭിക്കുന്നുണ്ട്. ജീവനക്കാരുടെ ശമ്പളം, അതിനോടൊപ്പം തന്നെ സ്റ്റേഷനറി, ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ ചെലവുകൾ വഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ തുക നൽകുന്നത്. പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദില്ലിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ താമസം, ഭക്ഷണം, മറ്റ് ചിലവുകൾ എന്നിവയ്ക്കൊക്കെയായി പ്രതിദിനം 2,000 രൂപ ലഭിക്കും. ഇത് കൂടാതെ യാത്രാ ഭത്ത വേറെയും ലഭിക്കും. എം.പിമാർക്കും അവരുടെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾക്കും പ്രതിവർഷം 34 സൗജന്യ ആഭ്യന്തര വിമാന യാത്രകൾ നടത്താൻ സാധിക്കും. ഔദ്യോഗികവും അല്ലെങ്കിൽ വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്ക് അവർക്ക് സൗജന്യ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രയും ഉപയോഗപ്പെടുത്താൻ സാധിക്കും. എം.പിമാർക്ക് അവരുടെ നിയോജക മണ്ഡലങ്ങൾക്കുള്ളിൽ റോഡ് മാർഗം യാത്ര ചെയ്യുകയാണ് എങ്കിൽ മൈലേജ് അലവൻസുകൾ കൂടി ക്ലെയിം ചെയ്യാൻ സാധിക്കും. എം.പിമാരെ തുടരുന്ന 5 വർഷം പ്രധാന സ്ഥലങ്ങളിൽ തന്നെ വാടകയില്ലാതെ താമസ സൗകര്യം ലഭിക്കും. സീനിയോറിറ്റി അനുസരിച്ച് ബംഗ്ലാവോ അല്ലെങ്കിൽ ഫ്ളാറ്റുകളോ ഹോസ്റ്റൽ മുറികളോ ഒക്കെ ലഭിക്കുകയും ചെയ്യും. ഇനി ഔദ്യോഗിക വസതിയിലൊന്നും തങ്ങൾ താമസിക്കുന്നില്ല എന്നുള്ള നിലപാടെടുക്കുകയാണ് എങ്കിൽ പ്രതിമാസം 20,000 രൂപ വരെ ഭവന അലവൻസ് കൂടി ഇവർക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. 1 ലക്ഷം രൂപ മാസ ശമ്പളം, അതിനോടൊപ്പം തന്നെ മറ്റ് നിരവധി ആനുകൂല്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ 543 എം.പിമാർക്കും ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മലയാളം.